ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവനിങ്ങിൽ ഒരു സ്നാക്സ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമുക്കിതൊരു വേവിച്ച സോസേജ് എടുത്ത് വെക്കാം. ഇനി നമുക്കിതിൽ മസാലയൊക്കെ പുരട്ടി കൊടുക്കണം. നമുക്ക് ഇടയ്ക്കൂടെ ഒരു വരയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ. ഗൈസ്, നമ്മൾ ഇതിലേക്കൊരു ബണ്ണെടുത്ത് നടുക്കൂട്ട് കീറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ അകത്ത് വെക്കാനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുക്കുംബർ, പിന്നെ ടൊമാറ്റോ, അതേപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തെടുക്കാം. ഗൈസ്, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ്, നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാതെ നമുക്കിനി ഒരു മസാല ശരിയാക്കി എടുക്കണം. ഒരു ബൗളെടുത്ത് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നമുക്കിനി ആ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ബൗളിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഇതിനകത്ത് വെക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ കടിയിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഒരു സാൻഡ്വിച്ചാണിത് കേട്ടോ. നമുക്കിനി നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോസേജിനകത്തൂടെ ഈ മസാല ഒന്ന് പറ്റി കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ മസാലയിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഈ ഒരു സോസേജിലേക്ക് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഈ ഒരു സോസേജ് കേട്ടോ. നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, ആ മസാല ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാവേ. ഇവിടെ സോസേജ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മസാല വെച്ച് കൊടുക്കാം. മസാല നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സോസേജ് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കറക്റ്റ് ടിവിയിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ട് ഒരു കാർട്ടൂൺ ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കച്ചപ്പൊക്കെ തെറിച്ചു പോകുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, ഇനി വരുന്ന പുതിയ വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ ബൈ.